രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അഷ്ടപദിയുടെ ക്ലാസ്സാണ്. അഷ്ടപതി 11-ാം അധ്യായത്തിൽ ശ്ലോകം 2, ശ്ലോകം 3 അതാണ് ഇന്നത്തെ ദിവസം നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടു കാണും. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാതെ സ്കിപ്പ് ചെയ്ത് വന്നവർക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ അവതരണ ഗാനം പാടുന്ന ആ വീഡിയോയുടെ കൂടെ ചേർന്ന് തന്നെ നമുക്കുണ്ട്. എങ്കിലും ഞാൻ നിങ്ങളോട് പറയാം, എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾ നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ആയുരാരോഗ്യ സൗഖ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ ചൊവ്വാഴ്ച രാധയുടെ പ്രണയം കാണണം. അതേ കണക്ക് തന്നെ വ്യാഴാഴ്ച അഷ്ടപതി ഉണ്ട്. പിന്നെ വെള്ളിയാഴ്ച ദ ഗ്രേറ്റ് 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 ധർമ്മപദം. ഒരിക്കലും മിസ് ചെയ്യരുത്. അത് മിസ് ചെയ്താൽ എല്ലാം തീർന്നു. കാരണം എന്താണ്, ജീവിതത്തിൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടണോ, ഏതെങ്കിലും ഒരു ജന്മം നിങ്ങൾ ധർമ്മപദം കേട്ടേ പറ്റൂ. ധർമ്മപദം നിങ്ങൾ കേട്ട് അത് പ്രാവർത്തികമാക്കാതെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് മോക്ഷം കിട്ടില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് നിശ്ചയമായും ഏതിൻ്റെ ക്ലാസ് ഉണ്ട്? ധർമ്മപദമുണ്ട്. പിന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായി, അത് നിശ്ചയമായും കാണണം. ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു, അത് എല്ലാവരും എന്നോട് പറയുന്നുണ്ട്. അത് വളരെ നല്ല വീഡിയോ ആണ് സാറേ. അപ്പോൾ ഒരുപാട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളതാണ്. അതൊരു അനുഭവ കഥയാണ്. നിശ്ചയമായിട്ടും നിങ്ങൾ ആ ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോ കാണണം. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. ബാക്കിയൊക്കെ പ്ലേലിസ്റ്റിനകത്തുണ്ട്. മീരയുണ്ട്, എല്ലാവരും ഉണ്ട്. ഭക്ത
സപ്തമീരയുണ്ട്, അഷ്ടാവക്ര ഗീതയുണ്ട്, അത് നിങ്ങൾ കാണണം. ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്ര ഫലങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, അത് കാണണം. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പം നമുക്ക് അഷ്ടപതി തുടങ്ങാൻ പോവുകയാണ്. ഇന്നത്തെ അഷ്ടപതി നമുക്ക് പാടിത്തരുന്നത് നിങ്ങൾക്ക് സുപരിചിതയായ റിജിനയാണ്. ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് നമ്മുടെ റിജിനയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഈ അഷ്ടപതി റിലീസ് ചെയ്യുന്ന വ്യാഴാഴ്ച റിജിനയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഒരുപാട് നാൾ ഭർത്താവും മക്കളും ഒക്കെ ഒത്ത് റിജിന സുഖമായി സന്തോഷമായി ജീവിക്കാൻ ദൈവം ഇടവരുത്തട്ടെ. വരും ജന്മത്തും നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ വീണ്ടും ഒന്നിക്കട്ടെ. അപ്പൊ റിജിന, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റിജിനെ അനുഗ്രഹിക്കുകയാണ്. ദീർഘസുമംഗലീ ഭവ. ഇത് കേൾക്കുന്ന ഓരോരുത്തരും റിജിനയ്ക്ക് നല്ല ദാമ്പത്യം ഉണ്ടായി, അവർ നല്ല ഇണക്കുരുവികളെ പോലെ ജീവിച്ച് അടുത്ത ജന്മം അവർ വീണ്ടും ഒന്നിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി റജിന, വെരി 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 ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആൻഡ് ദീർഘസുമംഗലീ ഭവ. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന റിജിന അതിസുന്ദരമായി അത് പാടിയിരിക്കുന്നു. കേട്ടോളൂ. നാമസമേതം കൃതസംഗീതം വാതയത്തെ മൃദുവീണും ബഹുമനുതേനനു തേതനു സംഗത പവനചലിതമഭി രേണും ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി ഗോപീപീന പയോത്തരമർദ്ദന ചഞ്ചല കരയുക ശാലി രാധേ ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി. അപ്പോൾ റിജിന പാടിയത് കേട്ടല്ലോ. ഇനി ഞാൻ പറഞ്ഞു തരാം, നോക്കിക്കൊള്ളൂ. നാമസമേതം കൃതസംഗേതം വാദയതേ മൃദുവേണും ബഹുമനുതേ നനുതേ തനു സംഗത പവന ചലിതമപി രേണും ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി ഗോപീപീന പയോധരമർദ്ദന ചഞ്ചല കരയുഗശാലി. അത് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. എനിക്ക് പനിയും ജലദോഷവും, അതുകൊണ്ടാണ് എൻ്റെ ശബ്ദമൊക്കെ മാറിയിരിക്കുന്നത്. ഒരുപാട് സ്ട്രെയിൻ എടുക്കാൻ വയ്യ. എങ്കിലും കേട്ടോളൂ, അർത്ഥം എഴുതിക്കൊള്ളൂ. നാമസമേതം, അർത്ഥം എഴുതിക്കോ. പേരിനൊപ്പം, പേരിനോടൊപ്പം. നാമം നമുക്കറിയാമല്ലേ, പേര്, സമേതം ഒപ്പം. അപ്പം നാമസമേതം പേരിനോടൊപ്പം. കൃതസങ്കേതം
അർത്ഥം എഴുതിക്കോ, ഒന്നിച്ചു ചേരുന്ന സ്ഥലം. ഒന്നിച്ചു ചേരുന്ന സ്ഥലം നമ്മൾ സംഗമ സ്ഥലം എന്നൊക്കെ പറയുന്നത്. വാദയതേ, വാദയതേ വായിക്കുന്നു, വാദയതേ വായിക്കുന്നു. മൃദുവേണും, മൃദുവേണും മനോഹരമായി ഓടക്കുഴൽ ഊതുന്നു എന്നാണ് അർത്ഥം. മൃദുവേണും മനോഹരമായി ഓടക്കുഴൽ, മനോഹരമായി ഓടക്കുഴൽ വായിക്കുന്നു. ബഹുമനുതേ, ബഹുമനുതേ ബഹുമാനിക്കുന്നു. അടുത്തത് നനുതേ തനു, നിന്റെ ശരീരം. നനുതേ തനു, നിന്റെ ശരീരം. സംഘത, സംഘത ചേരുന്നു, നമ്മൾ ജോയിന്റ് എന്ന് പറയത്തില്ലേ, സംഘത ചേരുന്നു. പവനൻ, പവനൻ കാറ്റ്, പവനൻ കാറ്റ്. ചലിത, ചലിത ഇളകിയ, ഇളകിയ കോമ പറന്നുയരുന്ന, അങ്ങനെ അർത്ഥമുണ്ട്, രണ്ടർത്ഥം. ഒന്ന് ഇളകുന്ന അല്ലെങ്കിൽ ഇളകിയ അല്ലെങ്കിൽ ഇളകി പറന്നുയരുന്ന, രണ്ട് രീതിയിൽ പറയാം. ഇളകുന്ന കോമ പറന്നുയരുന്ന. മൂന്നാമതൊരർത്ഥം പറഞ്ഞാൽ ഇളകി പറന്നുയരുന്ന. രേണു പൂമ്പൊടി, രേണു പൂമ്പൊടി. ഇവിടെ രാധാറാണിയുടെ പാദത്തിൽ സ്പർശിച്ച മണൽത്തരികളെയാണ് പൂമ്പൊടിയായി പറയുന്നത്. അപ്പൊ എന്താ ഈ വരിയുടെ മൊത്തത്തിലർത്ഥം ഞാൻ പറഞ്ഞു തന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കവിതയിൽ പറയുന്നത്, ഹേ രാധേ, നിന്റെ പേര് പറഞ്ഞുകൊണ്ട് നീയുമായി എവിടെ ഒത്തുചേരണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ അതീവ മധുരമായി ഓടക്കുഴല് വായിക്കുന്നു. രാധേ, നിന്റെ ദേഹത്തിൽ കാറ്റ് തട്ടുമ്പോൾ ദേഹത്ത് പറ്റിയിരിക്കുന്ന പൂമ്പൊടികളും മണൽത്തരികളുമെല്ലാം ഇളകി കാറ്റിൽ പറന്നു വരുന്നു. ആ പൂമ്പൊടിയെപ്പോലും കൃഷ്ണൻ ബഹുമാനിക്കുന്നു. അല്ലേ, ആ പറന്നുയരുന്ന പൂമ്പൊടിയെപ്പോലും കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ബഹുമാനിക്കുന്നു. ശാന്തമായ ഇളം കാറ്റ് വീശുന്ന യമുനയുടെ തീരത്തുള്ള വനത്തിൽ ഗോപികമാരുടെ തടിച്ച മാറിടങ്ങളെ മർദ്ദിക്കുന്നതിനായി ചലിച്ചുകൊണ്ടിരിക്കുന്ന കൈകളോടു കൂടിയവനും വനമാല അണിഞ്ഞവനുമായ ശ്രീകൃഷ്ണൻ നിന്നെ കാത്തിരിക്കുന്നു രാധേ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാ അധ്യായത്തിലും ആവർത്തിച്ചു വരും. ധീരസമീരെ യമുനാ തീരെ. ഇനി ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഇവിടെ നമ്മുടെ സഖി രാധാറാണിയോട് പറയുകയാണ്, രാധേ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കൃഷ്ണന്റെ അവസ്ഥയെക്കുറിച്ച്. പക്ഷേ നിനക്കെന്നിൽ വിശ്വാസമത്ര ഇല്ല എന്ന് തോന്നുന്നു. കൃഷ്ണൻ നിന്നെ കാത്തിരിക്കുകയാണെന്നും നിന്നെ കാത്തൊരു വല്ലാത്ത മാനസികാവസ്ഥയിലാണെന്നും അവൻ്റെ ശ്വാസം വരെ നിന്നു പോകുമെന്നും അവൻ്റെ പ്രാണൻ വരെ പോകാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ ഞാൻ നിന്നോട് പറഞ്ഞു. പക്ഷെ നിനക്ക് അത്രയ്ക്ക് അതിലങ്ങോട്ട് വിശ്വാസം വരുന്നില്ല എങ്കിൽ രാധേ, നീ ശ്രദ്ധിക്ക്, നീ നല്ലതുപോലെ ശ്രദ്ധിക്ക് രാധേ. ഒരു ഓടക്കുഴൽ നാദം നീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ രാധേ? അപ്പൊ രാധ തലകുലുക്കി. അതേ ഉണ്ട്. ആര് വായിക്കുന്നത് രാധേ? നീ പറ, ആരാ വായിക്കുന്നത്? അപ്പൊ രാധാജി പറയുന്നു, ശ്രീകൃഷ്ണനാണ് വായിക്കുന്നത്. അല്ലേ? ആ ഓടക്കുഴലിലൂടെ എന്താണ് വായിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചേരാതെ നീ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ചേരാതെ. അപ്പൊ രാധ ഇങ്ങനെ ശ്രദ്ധിച്ചു. രാധാറാണി ഇങ്ങനെ ചെവിയോർത്തു. അപ്പോൾ പറഞ്ഞു, അതെ, എൻ്റെ പേരാണല്ലോ പറയുന്നത്, എൻ്റെ നാമമാണല്ലോ പറയുന്നത്, അത് ശരിയാണല്ലോ. ആ ഓടക്കുഴലിലൂടെ ഒഴുകി വരികയാണ് രാധ, 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 രാധേ, 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 രാധേ. അതെ, കൃഷ്ണൻ മറ്റൊന്നും വായിക്കുന്നില്ല. രാധ, രാധ, രാധേ, രാധേ, അതല്ലാതെ വേറെ ഒന്നും വരുന്നില്ല. അപ്പൊ സഖി പറഞ്ഞു, കേട്ടല്ലോ, നിന്റെ നാമം, നിന്റെ പേരാണ് ഓടക്കുഴലിലൂടെ കൃഷ്ണൻ വായിക്കുന്നത്. എന്താ രാധേ അതിൻ്റെ അർത്ഥം?
രാധയെ പേര് ചൊല്ലി വിളിക്കുകയാണ് കൃഷ്ണൻ. ഓടക്കുഴലിലൂടെ നിന്റെ പേര് ചൊല്ലി വിളിക്കുകയാണ്. രാധയെ, ഞാൻ നിന്നെ കാണാനാണ് ആഗ്രഹിക്കുന്നത്, നീ എൻ്റെ അടുക്കലേക്ക് വരണം എന്ന് പറയുകയാണ്. എന്നു മാത്രവുമല്ല, ഇവിടെ കൃഷ്ണൻ ഒരു കാര്യവും കൂടെ സൂചിപ്പിക്കുന്നു. രാധയെ, നിനക്കൊരിക്കലും വഴി തെറ്റരുതെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് അവൻ നിർത്താതെ ഓടക്കുഴൽ വായിക്കുന്നത്. കൃഷ്ണൻ എവിടെ നിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ ഓടക്കുഴലിൻ്റെ നാദം ശ്രദ്ധിച്ച് ആ നാദം വരുന്ന ദിക്ക് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ നീ കൃത്യമായും കൃഷ്ണന്റെ അടുക്കലെത്തും. അപ്പൊ ഈ ഓടക്കുഴൽ വായന കൊണ്ട് കൃഷ്ണൻ രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, രാധേ രാധേ എന്ന പേര് ചൊല്ലി നിന്നെ തന്നെയാണ് ഞാൻ വിളിക്കുന്നത്, നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഓടക്കുഴൽ വായിക്കുന്നത്. അതിനാൽ നിന്നോട് എനിക്ക് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ എന്ന് കൃഷ്ണൻ പറയുകയാണ്. രണ്ട്, രാധേ, എന്നെ തേടി നടന്ന് നിനക്ക് വഴി തെറ്റരുത്, എനിക്കത് സഹിക്കാൻ പറ്റില്ല. നീ ഈ ഓടക്കുഴൽ നാദം കേൾക്കുന്ന ദിക്ക് നോക്കി നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ നീ കൃത്യമായും എൻ്റെ അടുക്കൽ തന്നെ നീ എത്തിയിരിക്കും രാധേ. ഇതാണ് കൃഷ്ണൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സഖി പറഞ്ഞു, രാധേ, അതുകൊണ്ടാണ് കണ്ണൻ നിർത്താതെ ഓടക്കുഴല് വായിക്കുന്നത്. നോക്കൂ രാധേ, നീ ചെല്ലുന്നത് വരെ അവൻ ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരിക്കും. രാധേ, നീ ചെല്ലാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഈ ഓടക്കുഴൽ വായിച്ചു 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 വായിച്ച് തളർന്ന് 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 കൃഷ്ണൻ ശ്വാസം നിലച്ച് പ്രാണൻ വെടിയും രാധേ. അവന് നിന്നെ അത്രയ്ക്കിഷ്ടമാണ് രാധേ. നോക്കൂ, അവൻ എന്തുകൊണ്ടാണ് രാധേ രാധേ എന്ന പേര് വായിക്കുന്നത്? നീ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കൂ രാധേ, നീ നല്ലതുപോലെ ശ്രദ്ധിക്കൂ. എന്താ പറയുന്നത്? രാധേ 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 രാധേ. എന്തിനാണ് അവൻ ഇങ്ങനെ പേര് വിളിക്കുന്നതെന്നറിയാമോ? നിനക്കൊരു ഉറപ്പ് വരുത്താൻ. ഒരു പക്ഷേ ഞാൻ നിന്നോട് പറയുകയാണ്, അവൻ ഓടക്കുഴൽ വായിക്കുന്നു, രാധേ, ആ ഓടക്കുഴൽ വായിക്കുന്നത് കേട്ട് നീ ചെല്ല്, നിനക്ക് വേണ്ടിയാണ് കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്നതെന്ന് ഞാൻ പറയും. അപ്പം നിന്റെ ഉള്ളിൽ ഒരു സംശയം തോന്നിയാലോ? ഒരു പക്ഷേ അവൻ മറ്റു ഗോപികമാരെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഈ ഓടക്കുഴൽ വായിക്കുന്നതെങ്കിലോ? അങ്ങനെയാകുമ്പോൾ ഞാൻ കൃഷ്ണന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവൻ അവിടെ മറ്റു ഗോപികമാരുമായി നിൽക്കുന്നത് കണ്ടാൽ അപ്പ രാധയായ നിന്റെ അവസ്ഥ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും നിനക്ക് അങ്ങനെ ചിന്തിക്കാം. അതുകൊണ്ടാണ് ഞാൻ മറ്റു ഗോപികമാരെ ആരുമല്ല വിളിക്കുന്നത്, അല്ലേ? ഇപ്പൊ കൃഷ്ണൻ വെറുതെ ആരുടെയും പേര് ചൊല്ലുന്നില്ല, വെറുതെ ഓടക്കുഴലിൽ ഒരു നാദം ഇങ്ങനെ ഉതിർക്കുകയാണ്. ആ സമയത്താണ് തോഴി വന്ന് പറയുന്നത്, രാധേ, നിനക്ക് വേണ്ടിയാണ് കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്നതെന്ന് പറയുകയും രാധാറാണി അത് വിശ്വസിച്ച് കൃഷ്ണനെ തേടി പോവുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ ചെല്ലുമ്പോൾ കൃഷ്ണന്റെ ഓടക്കുഴൽ വായന കേട്ടാൽ ബാക്കി ഗോപികമാര് ഓടിവരും. അപ്പൊ രാധാറാണി അവിടെ ചെല്ലുമ്പോൾ മറ്റു ഗോപികമാര് ചുറ്റും നിൽക്കുന്നത് കണ്ടാൽ രാധാറാണി വിളറി വെളുത്തു വല്ലാതായി പോകും, നാണം കെട്ടു പോകും. അങ്ങനൊരു ചിന്ത രാധാറാണിയുടെ മനസ്സിൽ വരാം. ഇവിടെ കൃഷ്ണൻ വളരെ വ്യക്തമായ സൂചന നൽകുകയാണ്, ഞാൻ ഈ വായിക്കുന്നത് കേട്ട് ഒരു ഗോപികമാരും വരണ്ട, രാധേ രാധേ എന്ന് മാത്രമാണ് വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വായന ആർക്കു വേണ്ടി മാത്രമാണ്? രാധാറാണിക്ക് വേണ്ടി മാത്രമാണ്. ഒരു ഗോപികമാരും ഇത് കേട്ടു വരണ്ട എന്ന മുന്നറിയിപ്പ് കൂടിയാണ് കൃഷ്ണൻ എന്ത് ചെയ്യുന്നത്? ഇതിലൂടെ നൽകുന്നത്. നോക്കൂ രാധേ,
ഇതിൽ കൂടുതൽ എങ്ങനെയാണ് അവൻ നിന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്ന് മാത്രവുമല്ല രാധേ, നിന്റെ കാൽപാദത്തിലെ പൊടികളുണ്ടല്ലോ, പൊടികള്, ആ കാൽപാദത്തിലെ പൊടികളെപ്പോലും അവൻ ബഹുമാനിക്കുന്നു. നിന്റെ കാൽപാദത്തിലെ പൊടികളെ വിലമതിക്കാനാകാത്ത രത്നങ്ങളായി കരുതി അവൻ നെഞ്ചോട് ചേർക്കുന്നു. അപ്പൊ രാധേ, നിനക്ക് തോന്നും നിന്റെ കാൽപാദത്തിലെ പൊടികൾ എങ്ങനെയാണ് അവൻ്റെ അടുക്കലെത്തുന്നതെന്ന്. നോക്കൂ രാധേ, ദേ ഈ കാറ്റ് വീശുന്നത് കണ്ടില്ലേ നീ? ഈ കാറ്റത്ത് നിന്റെ കാലിൻ്റെ പാദത്തിൽ പറ്റിയിരിക്കുന്ന പൊടികൾ പറന്നുയരുന്നത് നീ കണ്ട? ഇത് വായു ഭഗവാൻ കൃഷ്ണന്റെ അടുക്കലേക്ക് എത്തിക്കും. അപ്പൊ കൃഷ്ണൻ ഈ പൊടികളങ്ങ് സ്വീകരിക്കും. കൃഷ്ണൻ അത് പൂമ്പൊടി പോലെയാണ് രാധേ. നിന്റെ പാദത്തിന്റെ പൊടി കൃഷ്ണന് പൂമ്പൊടി പോലെയാണ് രാധേ. നിന്റെ പാദത്തിന്റെ ധൂളികളെപ്പോലും അവനെടുത്ത് നെഞ്ചോട് ചേർക്കുന്നു. അല്ലേ, കൃഷ്ണന്റെ പാദധൂളികളാണ് മറ്റുള്ളവർ ആരാധിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കണം. രാധാറാണിയെ പ്രാർത്ഥിക്കാതെ കൃഷ്ണനെ മാത്രം പ്രാർത്ഥിക്കുന്നവ മണ്ടന്മാരുണ്ട്. അവരെ ഞാൻ വിഡ്ഢികളെന്നേ വിളിക്കത്തുള്ളൂ. രാധാറാണിയെ പ്രാർത്ഥിക്കാതെ കൃഷ്ണനെ മാത്രം പ്രാർത്ഥിക്കുന്ന വിഡ്ഢികളെ, നിങ്ങൾ ഇത് കേട്ടുകൊള്ളുക. നമ്മളെല്ലാവരും കൃഷ്ണഭക്തര്. കൃഷ്ണന്റെ പാദധൂളികൾ പൂജിക്കുമ്പോൾ കൃഷ്ണനാകട്ടെ സാക്ഷാൽ രാധാറാണിയുടെ പാദത്തിൽ പറ്റിയിരിക്കുന്ന മണ്ണുകളെ, പൊടികളെ, രേണുക്കൾ, പൂമ്പൊടി പോലെ എന്ന് കരുതി, വിലമതിക്കാത്ത രത്നമെന്ന് കരുതി തൻ്റെ നെഞ്ചോട് ചേർക്കുകയാണ് കൃഷ്ണൻ. അപ്പൊ ആരാണ് രാധാറാണി? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രാധാറാണിയെ പ്രാർത്ഥിക്കാതെ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നവര് വിഡ്ഢികളാണ്. നരകത്തിൽ വീഴാൻ നിങ്ങൾ തയ്യാറായിട്ട് ഇരുന്നു കൊള്ളൂ. രാധാറാണിയെയും കൂടെ പ്രാർത്ഥിക്കുമെങ്കിൽ ഗോലോകത്ത് പോകാൻ കൃഷ്ണനെയും രാധാറാണിയെയും സേവിക്കാൻ തയ്യാറായിരിക്കൂ. അപ്പൊ അതുകൊണ്ട് രാധയെ നീ ശ്രദ്ധിച്ചു കേൾക്കുക. അവൻ ഓടക്കുഴൽ വിളിക്കുകയാണ്. ഓടക്കുഴലിലൂടെ രാധേ രാധേ എന്ന് വിളിക്കുന്നു. അത് മറ്റു ഗോപികമാരാരും വരരുതെന്ന മുന്നറിയിപ്പാണ്. നീ മാത്രം വരണമെന്നാണ്. പിന്നെ നിനക്ക് വഴിതെറ്റരുതെന്ന് കൃഷ്ണൻ ആഗ്രഹിക്കുന്നു. ഈ നാദം കേട്ട ദിക്കു നോക്കി നടന്നു ചെന്നാൽ കൃത്യമായി കൃഷ്ണൻ നിൽക്കുന്ന സ്ഥലത്തെത്തും. അവൻ്റെ പാദത്തിൻ്റെ, നിന്റെ കാൽപ്പാടുകൾ, നിന്റെ പാദത്തിൽ പറ്റിയിരിക്കുന്ന ആ മണൽത്തരികൾ, പൊടികൾ, അത് കാറ്റത്ത് പറന്നു വരുമ്പോൾ കൃഷ്ണൻ ആ പാദധൂളികളെ എടുത്ത് നെഞ്ചോട് ചേർക്കുന്നു. കൃഷ്ണന്റെ പാദധൂളികളാണ് മറ്റുള്ളവർ നെഞ്ചോട് ചേർക്കുന്നത്. ആ കൃഷ്ണൻ രാധയെ നിന്റെ പാദധൂളികൾ നെഞ്ചോട് ചേർക്കുമ്പോൾ നിന്നോട് എന്തുമാത്രം പ്രണയമുണ്ട് ആലോചിച്ചു നോക്കൂ രാധേ. നിന്നെ അവൻ എന്തുമാത്രം സ്നേഹിക്കുന്നു. അതുകൊണ്ട് രാധയെ എത്രയും പെട്ടെന്ന്, എത്രയും വേഗം നീ ശാന്തമായ കാറ്റ് വീശുന്ന, അതാണ് ധീരസമീരെ, ശാന്തമായ കാറ്റ് വീശുന്ന യമുനയുടെ തീരത്തുള്ള വനത്തിന് ഗോപികമാരുടെ തടിച്ച മാറിടങ്ങൾ തലോടി തലോടി ആ മാറിടങ്ങളിൽ പിടിച്ച് അങ്ങനെ രസിക്കുന്ന ആ കൈകളുണ്ടല്ലോ, അതോർത്ത് വിരലുകൾ അവൻ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? നിന്റെ മാറിടത്തിൽ, നിന്റെ മാറിടം തലോടാൻ, നിന്റെ മാറിടത്തിൽ പിടിക്കുവാൻ അവൻ്റെ കൈകൾ ഇങ്ങനെ തരിക്കുന്നു. ആ കൈ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ട് വനമാലയണിഞ്ഞ ശ്രീകൃഷ്ണൻ നിൽക്കുന്നു. രാധേ, നീ വേഗം ചെല്ലൂ. അപ്പോ ആ വരികൾ നിങ്ങൾ ഒന്നും കൂടെ നോക്കേ. നാമസമേതം രാധേ, നിന്റെ പേര് പറഞ്ഞ് എന്തു ചെയ്യുന്നു കൃഷ്ണൻ? കൃതസങ്കേതം, നിന്റെ പേര് പറഞ്ഞ് അവൻ ഓടക്കുഴൽ വായിക്കുന്നു. നിങ്ങൾക്ക് ഒന്നിച്ചു ചേരാനുള്ള സ്ഥലവും വ്യക്തമാക്കുന്നു. ഈ ശബ്ദം കേട്ട് നീ ചെന്നാൽ മതി. അതിനു വേണ്ടി അവൻ വാതയതേ മൃദുവേണും, അവൻ എന്തു ചെയ്യുന്നു? ഓടക്കുഴൽ മനോഹരമായി വായിക്കുന്നു. തീർന്നില്ല. ബഹുമാനുതേ, ബഹുമനുതേ, അവൻ ബഹുമാനിക്കുന്നു രാധേ. നനുതേ തനു, നിന്റെ ശരീരത്തിലെ സംഗത പവനചലിതമഭിരേണും, നിന്റെ ശരീരത്തിൽ ഒട്ടിയിരിക്കുന്ന മണൽത്തരികൾ അതിനെ കാറ്റത്ത് പറന്നുവന്ന്
കൃഷ്ണൻ്റെ അടുക്കലെത്തുമ്പോൾ അതിനെ അവൻ രേണുക്കൾ പൂമ്പൊടിയായി കരുതി ബഹുമാനിക്കുന്നു. ധീരസമീരേ യമുനാ തീരെ, ശാന്തമായ കാറ്റ് വീശുന്ന യമുനയുടെ തീരത്ത് വനേ വനമാലി, യമുനയുടെ തീരത്തുള്ള വനത്തിൽ വനമാല അണിഞ്ഞ് ഗോപി പീനപയോധരമർദ്ദന, ഗോപികമാരുടെ തടിച്ച മാറിടങ്ങളെ മർദ്ദിക്കുന്ന ചഞ്ചല കരയുഗശാലി, അങ്ങനെ തടിച്ച മാറിടങ്ങളെ മർദ്ദിക്കാൻ കൈവിരലുകൾ ഇളക്കി രസിക്കുന്ന ശ്രീകൃഷ്ണൻ നിന്നെ കാത്ത് ഇരിക്കുന്നു. അപ്പോൾ അത് വീണ്ടും ഒരിക്കൽ കൂടി നമ്മളെ ആദ്യം മനോഹരമായി റിജിന ഒരിക്കൽ കൂടി ആ ശ്ലോകം പാടിയിട്ട് അടുത്ത ശ്ലോകവും പാടും. അതിനുശേഷം ഞാൻ ആ രണ്ടാമത്തെ മൂന്നാമത്തെ ശ്ലോകം നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതാണ്. നാമസമേതം കൃതസംഗീതം വാതയത്തെ മൃദുവേണും ബഹുമനുതേനനു തേ തനുസംഗത പവനചലിതമഭി രേണും ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി ഗോപീപീന പയോത്തരമർദ്ദന ചഞ്ചല കരയുക ശാലി രാധേ ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി പതതി പദത്രേ വിചലതി പത്രേ ശങ്കിത ഭവതു യാനം രചയതി ശയനം സചകിതനയനം പശ്യതി തവ പന്ദാനം ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി ഗോപീപീന പയോധരമർദ്ദന ചഞ്ചല കരയുക ശാലി രാധേ ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി. അപ്പോൾ നമ്മുടെ റിജിന വീണ്ടും അത് പാടിത്തന്നത് കേട്ടല്ലോ. റിജിന ഒരിക്കൽ കൂടി റിജിനയ്ക്ക് വിവാഹ വാർഷിക ആശംസകൾ ഹൃദയത്തിൽ തട്ടി നേരുന്നു. ഒരിക്കൽ കൂടി റിജിന ദീർഘ സുമംഗലീഭവ. ഇനി നമുക്ക് വീണ്ടും ആ ശ്ലോകം നോക്കാം. പദതി പദത്രേ വിചലതി പത്രേ ശങ്കിത ഭവതുപയാനം രചയതി ശയനം സചകിത നയനം പശ്യതി തവ പന്ഥാനം ധീരസമീരേ യമുനാതീരേ വസതി വനമാലി ഗോപി പീന പയോധരമർദ്ദന ചഞ്ചല കരയുഗശാലി. ഇത് തീരുന്നത് വരെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഈ ധീരസമീരേ എന്നുള്ളത്. അത് ആവർത്തിക്കുകയാണ് കവി, ജയദേവ കവി. അപ്പോൾ എഴുതിക്കോ അർത്ഥം. പതതി പതതി സമം പറക്കുക, പറക്കുക, കോമ ചിറകിട്ടടിക്കുക. രണ്ടർത്ഥമുണ്ട്, പറക്കുക ചിറകിട്ടടിക്കുക. അടുത്തത് പദത്രേ. പദത്രേ അർത്ഥം എഴുത് പക്ഷികൾ, പക്ഷികൾ. വിചലതി വിചലതി ചലിക്കുമ്പോൾ, ചലിക്കുമ്പോൾ. പത്ര
പത്ര പക്ഷിയുടെ ചിറക്. അർത്ഥം എഴുതിക്കോ. പത്ര പക്ഷിയുടെ ചിറക്. ശങ്കിത, ശങ്കിത സംശയിച്ച, സംശയിച്ച. ഭവതുപയാനം, അർത്ഥം എഴുത് നിന്റെ വരവ്. ഭവതുപയാനം നിന്റെ വരവ്. രചയതി, രചയതി അർത്ഥം എഴുത് അണിയിച്ചൊരുക്കുന്നു. രചയതി അണിയിച്ചൊരുക്കുന്നു. ശയനം, ശയനം അർത്ഥം എഴുത് കിടക്ക. ശയനം കിടക്ക. സചകിത നയനം വിറയ്ക്കുന്ന കണ്ണുകളോടെ. സചകിത നയനം വിറയ്ക്കുന്ന കണ്ണുകളോടെ. അടുത്തത് പശ്യതി, പശ്യതി എന്ന് പറഞ്ഞാൽ കാണുന്നു. പശ്യതി കാണുന്നു, നോക്കിയിരിക്കുന്നു. തവ, തവ നിന്റെ. പന്ഥാനം, പന്ഥാനം വരുന്ന വഴി, വരുന്ന വഴി. ഇനി ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം ഞാനൊന്ന് പറഞ്ഞു തന്നിട്ട് നമുക്ക് വിശദമായി പറയാം. പക്ഷികൾ ചിറകടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴും ഇലകൾ അനങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോഴും അല്ലയോ രാധേ, കൃഷ്ണൻ കരുതുന്നത് നീ കൃഷ്ണനെ തേടി വരികയാണെന്നാണ്. അങ്ങനെ സംശയിച്ചിട്ട് കൃഷ്ണൻ നിങ്ങൾക്ക് ശയിക്കുന്നതിനും രതിലീലകൾ ആടുന്നതിനും വേണ്ടി തളിരുകളും പൂക്കളും കൊണ്ട് കിടക്കകൾ ഒരുക്കുകയാണവൻ. നിന്റെ ഓരോ ശബ്ദവും, ആ അവിടെ കേൾക്കുന്ന പക്ഷിയുടെ ചിറകടി ശബ്ദവും എന്ത് ശബ്ദം കേട്ടാലും അവൻ അങ്ങനെയാണ് തോന്നുന്നത്. എന്നിട്ട് വിറയ്ക്കുന്ന കണ്ണുകളോടെ നീ വരുന്ന വഴിയിലേക്ക് അങ്ങനെ ഇമ ചിമ്മി ചിമ്മി, അസ്വസ്ഥമായ മനസ്സ്, അപ്പോഴാണ് നമ്മുടെ കണ്ണുകൾ വിറയ്ക്കുന്നത്. ആ വിറയ്ക്കുന്ന കണ്ണുകളോടെ നീ വരുന്ന വഴിയിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. പിന്നെ ധീരസമീരെ യമുനാ തീരെ, നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം യമുനാ നദിയുടെ തീരത്ത് വനമാലയണിഞ്ഞ് ഗോപികമാരുടെ തടിച്ച മാറിടങ്ങളെ മർദ്ദിക്കുന്നതിനായി ചലിച്ചുകൊണ്ടിരിക്കുന്ന വിരലുകളോട് കൂടിയവനുമായ വനമാല ധരിച്ച കൃഷ്ണൻ നിന്നെ കാത്തിരിക്കുന്നു. ഇവിടെ സഖി എന്താണ് പറയുന്നത്? അല്ലയോ രാധേ, ചില സമയത്തുണ്ടല്ലോ പക്ഷികൾ വൃക്ഷത്തിലേക്ക് ചിറകടിച്ചു പറന്നു വന്നിരിക്കും. അതുപോലെ വൃക്ഷത്തിൽ നിന്ന് പക്ഷികൾ ചിറകടിച്ചങ്ങനെ ഉയരും. ആ പക്ഷികളുടെ ചിറകടി ശബ്ദം കേൾക്കുമ്പോൾ രാധേ കൃഷ്ണൻ കരുതുന്നത് എന്താണെന്നറിയാമോ? നീ നടന്നു വരുന്നു. അങ്ങനെ നീ നടന്നു വരുമ്പോൾ വനത്തിലെ കരിയിലകളിൽ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ആ ശബ്ദമാണെന്നാണ് കരുതുന്നത്. അപ്പൊ കൃഷ്ണന് ഭയങ്കര സന്തോഷമാണ്. ആ എൻ്റെ രാധ, എൻ്റെ രാധ എന്നെ തേടി വരുന്നു, എൻ്റെ രാധ എന്നെ തേടി വരുന്നു. അവൻ തുള്ളിച്ചാടും രാധേ എന്ന് മാത്രമാണോ, അവൻ അപ്പം തന്നെ അവിടെയുള്ള തളിരുകളും അവിടെ നിന്ന് കെട്ടിയ പൂക്കളും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് ശയിക്കുന്നതിന് വേണ്ടി മെത്തയൊരുക്കും. തളിർമെത്ത ഒരുക്കിയിട്ട് അവൻ നീ വരുന്ന വഴിയിലേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്കും. രാധയെ ചില സമയത്ത് വൃക്ഷത്തിലെ ഇലകള് കാറ്റത്തിങ്ങനെ അനങ്ങും. ആ കാറ്റത്ത് അനങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഇലകളുടെ മർമ്മര ശബ്ദം, ആ മർമ്മര ശബ്ദം ഒന്ന് കേട്ടാ മതി രാധേ. ഉടനെ അവൻ എന്താ കരുതുന്നതെന്നറിയാമോ? രാധേ, നീ അവനെ തേടി വരികയാണ്. അങ്ങനെ അവനെ തേടി വരുമ്പോൾ ഈ വനത്തിലെ കാട്ടുപൂക്കളിലും നിലത്ത് വീണ് കിടക്കുന്ന കാട്ടുപൂക്കളിലും ഇലകളിലും നിന്റെ പാദം പതിയുമ്പോൾ അവിടുന്നൊരു മർമ്മര ശബ്ദം, കരകര ശബ്ദം കേൾക്കും. ആ ശബ്ദമാണെന്നാണ് അവൻ കരുതുന്നത്. അപ്പം അവൻ വിചാരിക്കും, ഓ എൻ്റെ രാധ, എൻ്റെ പ്രിയപ്പെട്ട രാധ എന്നെ കാണാൻ വരികയാണ്, എന്നെ കാണാൻ വരികയാണ്. അവളുടെ പിണക്കങ്ങൾ മാറി, അവളുടെ പിണക്കങ്ങൾ മാറി. ഇനി ഈ കൃഷ്ണൻ അവളുടേതാണ്, ഇനി ഈ കൃഷ്ണൻ അവളുടേതാണ്. രാധേ, ഒരിക്കലും ഞാൻ പിണങ്ങില്ല നിന്നോട്, ഒരിക്കലും ഞാൻ പിണങ്ങില്ല നിന്നോട് എന്നിങ്ങനെ പ്രണയം കൊണ്ട് പല പല വാക്കുകൾ പുലമ്പി അവൻ അപ്പോൾ തന്നെ പട്ടുമെത്ത ഒരുക്കുകയാണ്, പൂക്കൾ കൊണ്ട്, തളിരുകൾ കൊണ്ട്. എന്നിട്ടോ അവൻ കിനാവ് കാണുകയാണ്. നീ വരുന്നതും നീ വരുമ്പോൾ തന്നെ ഓടി വന്ന് നിന്നെ നെഞ്ചോട് ചേർക്കുന്നതും നിന്നോടൊരായിരം സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നതും നിന്നെ ചുംബനങ്ങൾ കൊണ്ട് മൂടുന്നതും രാധേ നീയുമൊത്ത തളിർ മെത്തയിലേക്ക് വീഴുന്നതും
നീയുമൊത്ത് രതി ലീലകളാടുന്നതും. അതേ ഗോപികമാരുടെ തടിച്ച മാറിടങ്ങളെ തലോടാൻ വേണ്ടി എപ്പോഴും വിരലുകൾ ചലിപ്പിക്കുന്ന ആ കൃഷ്ണൻ നിന്റെ മാറിടങ്ങളിലും വിരലുകൾ ചലിപ്പിക്കുന്നതും നിന്റെ മാറിടങ്ങളെ തലോടുന്നതും കിനാവ് കണ്ട് 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 രാധേ നീ വരുന്ന വഴിയിലേക്ക് കണ്ണും നട്ട് വിറയ്ക്കുന്ന കണ്ണുകളോടെ ആ പാപം കാത്തിരിക്കും. പക്ഷേ നീ വരുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ്റെ ഹൃദയം തകർന്നു പോവുകയാണ് രാധേ. ഇപ്പം നമ്മൾ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വരുന്നവരെല്ലാം അവരാണെന്ന് തോന്നും. നമുക്കൊരു ചെറിയ ശബ്ദം കേട്ടാൽ നമുക്ക് തോന്നുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾ വരികയാണെന്ന്. ഇവിടെ സാക്ഷാൽ ശ്രീകൃഷ്ണനും അത് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പക്ഷികൾ ചിറകടിച്ചു വരും വൃക്ഷത്തിലേക്ക്. വൃക്ഷത്തിലിരിക്കുന്ന പക്ഷികൾ ചിറകടിച്ചുയരും. കാറ്റത്തിലകൾ അനങ്ങും. അതിൻ്റെ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ തന്നെ തേടി തൻ്റെ പ്രിയ സഖി രാധ വരുന്നു. അവൾ എല്ലാ വിരോധങ്ങളും മറന്നു കഴിഞ്ഞു. എന്നെ പ്രാണനെ പോലെ സ്നേഹിച്ചുകൊണ്ട് എന്നെ വാരി പുണരാനായി, അവളുടെ സ്ഥലങ്ങൾ എൻ്റെ നെഞ്ചോട് ചേർത്തമർത്താനായി, എൻ്റെ ഗോപികമാരുടെ പീന പയോധനങ്ങളെ മർദ്ദിക്കുന്ന വിരലുകൾ കൊണ്ട് അവളുടെ മാറിടങ്ങളെ മർദ്ദിക്കാനായി, തലോടാനായി, അവളെ ചുംബിച്ചുണർത്താനായി അവൾ വരികയാണ്, അവൾ വരികയാണ്, അവൾ വരികയാണെന്ന് കരുതി പട്ടുമെത്ത ഒരുക്കുകയാണ് പൂക്കൾ കൊണ്ട്, തളിരുകൾ കൊണ്ട്. എന്നിട്ട് രാധേ നീ വരുന്ന വഴിയിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. കൃഷ്ണനെ കണ്ണും നട്ട് അനേകായിരം സ്ത്രീകൾ ഇരിക്കുന്നു. ആ സമയത്ത് കൃഷ്ണനാകട്ടെ ഒരേ ഒരു സ്ത്രീയുടെ വരവിന് വേണ്ടി കണ്ണും നട്ടിരിക്കുന്നു. അത്താണ് രാധ, അത്താണ് രാധ, അത്താണ് രാധ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹാ. നാമസമേതം കൃതസംഗീതം വാദയത്തെ മൃദുവേണും ബഹുമനുതേനനു തേ തനുസംഗത പവനചലിതമഭി രേണും ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി ഗോപീപീന പയോത്തരമർദ്ദന ചഞ്ചല കരയുഗ ശാലി രാധേ ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി പതതി പദത്രേ വിചലതി പത്രേ ശങ്കിത ഭവതു യാനം രചയതി ശയനം സജകിതനയനം പശ്യതി തവ പന്ദാനം ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി ഗോപീപീന
പയോധരമർദ്ദന ചഞ്ചല കരയുഗശാലി രാധേ ധീരസമീരേ യമുനാ തീരേ വസതി വനേ വനമാലി.